Assalamu alaikum. Understand Quran the easy way. ഖുർആൻ പഠനത്തിനൊരു എളുപ്പവഴി. തുടങ്ങുന്നതിന് മുമ്പ് മൂന്നാം സെഷൻ. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസൽ കിതാബ ലിയുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ തഅമ്മൻ വസല്ലിം സലാമൻ കാമിലൻ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഞാൻ പറഞ്ഞു, ഖുർആൻ പഠനം വളരെ എളുപ്പമാണ്. നിങ്ങൾക്കറിയുന്ന കുറേ അധികം പദങ്ങൾ ഖുർആനിലുണ്ട്. എത്രത്തോളം എന്നാൽ ഖുർആനിലെ 25% നിങ്ങൾക്കറിയും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങൾ നോക്കിയോ? ഓരോ പേജും എടുത്ത് നോക്കിയോ? ഓരോ പേജിലെയും 1/4 ഭാഗം പദങ്ങളെങ്കിലും നമുക്കറിയും. പക്ഷെ അല്പം ശ്രദ്ധിച്ച് നമ്മൾ അത് വായിക്കണം. ഖുർആൻ ഒരു 604 പേജുള്ള ഒരു ഗ്രന്ഥമാണ്. നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ, ഡോക്ടറേറ്റ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പോട്ടെ സ്കൂളിലെ നമ്മുടെ കുട്ടികൾ എത്ര പുസ്തകങ്ങളാണ് പഠിച്ചു തീർക്കുന്നത്? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു നോക്കൂ, എത്ര പുസ്തകങ്ങൾ, എത്ര പേജുകൾ അവർക്ക് പഠിക്കണം ഒരു അക്കാഡമിക് ഇയറിൽ? ഒരു ഡിഗ്രി ലെവലിലോ അതല്ലെങ്കിൽ അതുപോലെ ഉയർന്ന പഠിക്കുന്ന പഠിതാവിനെ സംബന്ധിച്ചോളം എത്രത്തോളമായിരിക്കും പഠിക്കേണ്ടി വരിക? അവർ പഠിക്കുന്ന പാഠപുസ്തകത്തിനേക്കാളും അപ്പുറം പിന്നെ എത്രയോ പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടല്ലേ അവർ പരീക്ഷ എഴുതുന്നത്. റിസർച്ചുകൾ, ഗവേഷണങ്ങൾ, പ്രൊജക്ട് തയ്യാറാക്കാനാണ് എന്തുമാത്രം റെഫർ ചെയ്യണം. ഞാൻ പറയുന്നു, 604 പേജുള്ള ഖുർആനിലെ 25% ഇപ്പോൾ തന്നെ നമുക്കറിയുമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറും 6 മാസം മതി ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ. നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങൾക്ക് 1 മുതൽ 10 വരെ എണ്ണ അറിയില്ല അറബിയിൽ. വാഹിദ് 1, വാഹിദത്ത് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. യഹിദ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ഇസ്നാൻ 2, ഇസ്നത്തൈൻ 2, അല്ലെങ്കിൽ ഇസ്നൈൻ 2, സലാസ് അല്ലെങ്കിൽ സലാസത്ത് 3, അർബ അല്ലെങ്കിൽ അർബഅത്ത് 4, ഖംസത്ത് അല്ലെങ്കിൽ ഖംസ് 5, സിത്തത്ത് അല്ലെങ്കിൽ സിത്ത് 6, സബ അല്ലെങ്കിൽ സബഅത്ത് 7, സമാനി അല്ലെങ്കിൽ സമാനിയത്ത് 8, തിസ്അ അല്ലെങ്കിൽ തിസ്അത്ത് 9, അശറ, അശ്റ്, അശറത്ത്, അശറത്ത് എന്നൊക്കെ പറഞ്ഞാൽ 10. ഇത്രയും പദങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതിന്റെ അർത്ഥം ഖുർആനിലെ ഒരു പേജിലധികം നിങ്ങൾക്കറിയാം എന്നാണ്. ഖുർആനിൽ ഇത്രയും പദങ്ങൾ 184 പ്രാവശ്യം ആവർത്തിച്ച് വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വേറെ ചില പദങ്ങൾ നിങ്ങൾക്കറിയുന്ന പദങ്ങളാണ്. 1, ഇന്ന, തീർച്ചയായും. ലൗ, എങ്കിൽ. യാ അല്ലെങ്കിൽ യാ അയ്യുഹ, അല്ലയോ, ഹേ. അവൽ അല്ലെങ്കിൽ ഊല, ആദ്യത്തേത്. ആഹിർ അല്ലെങ്കിൽ ആഖിറത്ത്, അവസാനത്തേത്. റഹ്മാൻ, പരമകാരുണികൻ. റബ്ബ്, രക്ഷിതാവ്, ഉടമസ്ഥൻ, പരിപാലകൻ. ഗഫൂർ, പാപമോചനം നൽകുന്നവൻ. അലീം, എല്ലാം അറിയുന്നവൻ. ഹക്കീം, യുക്തിമാൻ. ഇത്രയും പദങ്ങൾ നിങ്ങൾക്കറിയുമെങ്കിൽ ഖുർആനിലെ 21 പേജുകൾ നിങ്ങൾക്കറിയും എന്നാണ് അതിന്റെ അർത്ഥം. ഇത്രയും പദങ്ങൾ നിങ്ങൾക്കറിയുമെങ്കിൽ ഖുർആനിലെ 21 പേജുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഖുർആനിലെ ഈ പദങ്ങളെല്ലാം കൂടി 3146 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഒരു പേജിൽ 150 പദങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കൂട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പ്രവാചകന്മാരുടെ പേരുകൾ നമുക്കറിയുമല്ലോ. പ്രവാചകന്മാരുടെ പേരുകൾ, വ്യക്തികൾ, സ്ഥലങ്ങളുടെ പേരുകൾ, ഇതെല്ലാം കൂടി ഖുർആനിലെ 860ഓളം പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത്രയും പദങ്ങൾ അറിയാമെങ്കിൽ ഖുർആനിൽ എത്ര ശതമാനം അറിയാം, എത്ര പേജുകളായി എന്ന് നിങ്ങളൊന്ന് കണക്കാക്കി നോക്കൂ. ഒരു പേജിൽ 150 പദങ്ങൾ വെച്ച്. ഇനി പേരുകളല്ലാത്ത പദങ്ങൾ, ഭാഷയിലെ പദങ്ങൾ, നാമങ്ങൾ, ക്രിയകൾ, ഇവയുടെ എല്ലാം അടിസ്ഥാന പദം നോക്കിയാൽ ഖുർആനിൽ ആകെ 1000 പദങ്ങൾ മാത്രമേ ഉള്ളൂ. 860 പദങ്ങൾ നാം വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റി നിർത്തിയാൽ ബാക്കി മാറി മാറി വരുന്ന ക്രിയകളുടെ ക്രിയകളോ നാമമോ ആയിട്ട് വരുന്ന പദങ്ങൾ 1000 പദങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ 1000 പദങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഖുർആനിലെ മുഴുവനും മനസ്സിലാകും.
ഇനി നിങ്ങൾക്ക് ഭാഷയൊന്നും പഠിക്കാതെ, ഭാഷയുടെ പരിവർത്തനം, രൂപങ്ങൾ, വാക്കുകൾ മാറി മാറി വരുന്നത്, ഇതൊന്നും പഠിക്കാതെ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ 4500 പദങ്ങളുടെ അർത്ഥം നിങ്ങൾ പഠിച്ചാൽ മതി. 4500 പദങ്ങൾ. ഈ 4500 പദങ്ങളാണ് ഖുർആനിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. 77,500 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 4500 പദങ്ങളാണ്. പോട്ടെ, നിങ്ങൾക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിയാമല്ലോ. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം നിങ്ങൾക്കറിയാമെങ്കിൽ അതിൽ യാതൊരു ഭാഷാ പഠനമോ വ്യാകരണമോ ഇതൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് 17,779 പദങ്ങൾ നിങ്ങൾക്കറിയും എന്നാണ് അർത്ഥം. കാരണം ഇത് ഖുർആനുമായി, ഖുർആനും മനുഷ്യനുമായി ബന്ധപ്പെടുത്തി ഒരു പ്രത്യേക ഒരു അമാനുഷികത തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ജനങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകണം എന്നതാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുക തന്നെ ചെയ്യും. അള്ളാഹു അതുകൊണ്ടാണ് പറയുന്നത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഇതിൽ വീണ്ടും പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും. പറയണം വീണ്ടും. സൂറത്തുൽ ഖമറിൽ ഒരൊറ്റ അധ്യായത്തിൽ മാത്രം 4 പ്രാവശ്യം അള്ളാഹു ആവർത്തിച്ച് പറയുകയാണ്, ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ചില പണ്ഡിതന്മാർ യസ്സർനൽ ഖുർആനെ എളുപ്പമാക്കിയിരിക്കുന്നു എന്ന പേരിൽ തന്നെ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഖുർആൻ വളരെ എളുപ്പമാണ്, നമുക്കത് മനസ്സിലാകും എന്ന് തന്നെയാണ്. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട്? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഖുർആൻ എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല? നാം എടുത്ത് ഖുർആൻ ഓപ്പൺ ചെയ്യുക, ഖുർആൻ നാം തുറക്കുക, വായിക്കുക. ഓതുന്നതിന് പകരം വായിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഖുർആൻ വായിക്കുക. ഈ 2 ദിവസത്തെ ക്ലാസ് കേട്ട് നിങ്ങൾ വായിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയും. ഇനി 1-2 ക്ലാസ് കൂടി ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ. നിങ്ങൾ ഖുർആൻ തുറക്കുക, വായിക്കുക. അതിൽ ഓരോ പദങ്ങളും നിങ്ങൾക്ക് അറിയുന്നതാണോ അല്ലേ എന്ന് നിങ്ങൾ നോക്കുക. ഹൈലൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ പേജിന്റെ സൈഡിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, ഈ പദങ്ങൾ എനിക്ക് അറിയുന്നതാണ്. നിങ്ങൾക്ക് പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഓരോ ദിവസവും ഓരോ ക്ലിപ്പ് ഞാൻ അയച്ചു തരുന്നത്. അതിൽ ഓരോ പദങ്ങളുടെയും എണ്ണവും അതിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ പദങ്ങൾ നിങ്ങൾ എണ്ണി നോക്കിയിട്ട് 150 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത്രയും പേജുകൾ എനിക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പൊ 604 പേജിന് ബാക്കി നിങ്ങൾ അറിയുന്ന പദങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പിന്നീട് നോക്കിയാൽ മതി ബാക്കി എത്ര പേജ് ഉണ്ട് എന്ന്. അപ്പൊ ഖുർആൻ മനസ്സിലാകാത്തത് എന്ത് എന്നാണ് വീണ്ടും എന്റെ ചോദ്യം. ഞാൻ പറയുന്നു, നിങ്ങൾ ഖുർആനോടുള്ള സമീപന രീതി മാറ്റുക. നാം ബർക്കത്തിനു വേണ്ടി, ആർക്കോ വേണ്ടി ഓതി തീർക്കുന്ന ആ ശൈലി മാറ്റി ഓരോ പദങ്ങളുടെയും അർത്ഥം എനിക്കറിയുമോ, തീവ്രമായി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ഖുർആൻ മനസ്സിലാകണം, പടച്ചോനെ എനിക്ക് മനസ്സിലാക്കി തരണമേ. നീ പറഞ്ഞല്ലോ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ, കാരുണ്യവാനായ അള്ളാഹുവാണ് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പഠിപ്പിച്ചത് നീ പറഞ്ഞല്ലോ. എനിക്ക് നീ ഖുർആൻ മനസ്സിലാക്കി തരണമെന്ന് നൊന്ത് വേദനയോടുകൂടി പ്രാർത്ഥിക്കുക. തീർച്ചയായും നമുക്ക് ഖുർആൻ മനസ്സിലാകും. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഖുർആനോടുള്ള സമീപന രീതി മാറ്റുക. നാം നമ്മുടെ ജീവിതം തന്നെ മാറും. തീർച്ചയായും നമുക്ക് പരലോകത്തും വിജയമുണ്ടാകും. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഖുർആൻ, ചേഞ്ച് യുവർ ലൈഫ്, ചേഞ്ച് യുവർ ഡെസ്റ്റിനി. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വീണ്ടും കാണാം. ബില്ലാഹി തൗഫീഖ്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക്, നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.